Hi friends, welcome to my channel. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ജീര റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് സൈഡ് ഡിഷസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസാണ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങേൻ്റെ പകുതി നീരാണിത്. പിന്നെ 2 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കാഷ്യൂനട്ട്, പിന്നെ 2 പട്ട, ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു 3 എണ്ണം, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ ബേ ലീഫ്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് 2 സ്പൂൺ നെയ്യ് കൂടെ വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിൽ കാഷ്യൂനട്ട് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ജീരകമാണ്, പെരിഞ്ജീരകമല്ല, നല്ല ജീരകമാണ് ഇതെടുത്തേക്കുന്നത്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. പക്ഷേ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് വേണമെങ്കിൽ നെയ്യ് തന്നെ യൂസ് ചെയ്യണം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ബേ ലീഫ്, ഏലക്ക, കറുവപ്പട്ട എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം കാഷ്യൂനട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകവും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇത് വേഗം റെഡിയാക്കി എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷസിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അച്ചാറോ എന്തെങ്കിലും തൈര് സാലഡോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ലഞ്ച് ബോക്സിലെല്ലാം കൊണ്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.